വെൽക്കം ടു എജുവേഴ്സ് PSC 2025 ജൂൺ 14 കറണ്ട് അഫയേഴ്സാണ് നോക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നേരെ ടോപ്പിക്കിലേക്ക് പോകാം. നമ്മൾ കുറച്ച് ദിവസങ്ങളായി പത്രങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വേർഡാണ് ഇൻകോയ്സ്. എന്താണ് ഇൻകോയ്സ്? കപ്പൽ അപകടങ്ങളെ തുടർന്ന് തുടർച്ചയായി വാർത്തകളിൽ നിറയുന്നൊരു വാക്കാണ് ഇൻകോയ്സ്. ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസ്, അതാണ് ഇൻകോയ്സ്. ആസ്ഥാനം ഹൈദരാബാദ്. ഓർത്തുവെക്കുക, ആസ്ഥാനം ഹൈദരാബാദ്. അടുത്തത്, ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ദക്ഷിണാഫ്രിക്ക. ആസ്ട്രേലിയയെ കീഴടക്കിയാണ് ദക്ഷിണാഫ്രിക്ക കിരീടം സ്വന്തമാക്കിയത്. 27 വർഷത്തിന് ശേഷമാണ് ദക്ഷിണാഫ്രിക്ക ICC ട്രോഫി സ്വന്തമാക്കുന്നത്. അടുത്തത്, നമ്മൾ 2 ദിവസമായി കേൾക്കുന്നൊരു വാക്കാണ് മെയ്ഡേ കോൾ. എന്താണ് മെയ്ഡേ കോൾ? അപകട സാഹചര്യത്തിൽ പൈലറ്റുമാർ നൽകുന്ന സന്ദേശമാണ് മെയ്ഡേ കോൾ. മെയ്ഡർ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് ഉത്ഭവം. 1920 ലണ്ടനിലെ ക്രെയ്ഡൺ വിമാനത്താവളത്തിലെ റേഡിയോ ഓഫീസർ ഫ്രെഡറിക് സ്റ്റാൻലി മോക്ക്ഫോർഡ് ആണ് ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്. 1923 അന്താരാഷ്ട്ര ആശയവിനിമയത്തിൻ്റെ ഭാഗമായി 1927 ഔദ്യോഗിക സിഗ്നലായി അംഗീകരിക്കപ്പെട്ടു. അടിയന്തര സാഹചര്യത്തിൽ പൈലറ്റുമാർ, നാവികർ, മറ്റു പ്രൊഫഷണലുകൾ എന്നിവർ സഹായം അഭ്യർത്ഥിച്ചു കൊണ്ടു നൽകുന്ന കോഡാണ്. അടുത്തത്, ജൂൺ 14 ലോക രക്തദാന ദിനം. 2025 ഔദ്യോഗിക പ്രമേയം രക്തം നൽകുക, പ്രത്യാശ നൽകുക, ഒരുമിച്ച് നമ്മൾ ജീവൻ രക്ഷിക്കുന്നു. ഓർമ്മിക്കണം, പ്രമേയം ഓർമ്മിക്കണം. രക്തം നൽകുക, പ്രത്യാശ നൽകുക, ഒരുമിച്ച് നമ്മൾ ജീവൻ രക്ഷിക്കുന്നു. അടുത്തത്, ഡേ കെയർ പോഷകാഹാര പുനരധിവാസ കേന്ദ്രമായി നൂൽപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രം. രാജ്യത്തെ ആദ്യത്തെ ഡേ കെയർ പോഷകാഹാര പുനരധിവാസ കേന്ദ്രം നൂൽപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. വയനാട് ജില്ലയിലാണ് നൂൽപ്പുഴ പഞ്ചായത്ത്. അടുത്തത്, ഭാരത് ഘോഷ് പോർട്ടലിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് പേയ്മെൻറ്റ് ഗേറ്റ്വേ. കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന ഏകീകൃത സംവിധാനമാണ് ഭാരത് ഘോഷ് അഥവാ നോൺ ടാക്സ് റിസീപ്റ്റ് പോർട്ടൽ. ഭാരത് ഘോഷ് പോർട്ടലിൽ സജീവമാകുന്ന കേരളത്തിലെ ആദ്യ ബാങ്കാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. പേര് ഓർമ്മിക്കണം, ഭാരത് ഘോഷ്. അടുത്തത്, ഒരു ആഗോള സൂചികയാണ്. 2025 ആഗോള ജെൻഡർ ഗ്യാപ്പ് സൂചികയിൽ 131 സ്ഥാനത്താണ് ഇന്ത്യയുടെ സ്ഥാനം. 1-ാം സ്ഥാനത്ത് ഐസ്ലാൻഡ്, 2-ാം സ്ഥാനത്ത് ഫിൻലാൻഡ്. ഓർക്കുക, 131 സ്ഥാനമാണ് ഇന്ത്യയുടേത്. ഇനി കുറച്ച് അഡീഷണൽ പോയിന്റ്സ് നമുക്ക് നോക്കാം. 2025 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം മുൻ ലോക ചാമ്പ്യനായ മാഗ്നസ് കാൾസൺ നിലനിർത്തി. ഇന്ത്യയുടെ ഡി ഗുഗേഷിന് 3-ാം സ്ഥാനം. ഈ കഴിഞ്ഞ ജൂൺ 8 ലോക സമുദ്ര ദിനമായിട്ടാണ് ആചരിച്ചത്. മലയാളം സർവകലാശാല വൈസ് ചാൻസലറായി നിയമിതനായത് ഡോക്ടർ CR പ്രസാദ്. ഇന്നത്തെ ചോദ്യം, വിദ്വേഷ പ്രസംഗം തടയാൻ നിയമനിർമ്മാണത്തിന് ഒരുങ്ങിയ സംസ്ഥാനം. ഉത്തരം കമൻറ്റ് ചെയ്യുക. ഇന്നലെ ചോദിച്ച ചോദ്യം, 14ാമത് ദലൈ ലാമയുടെ പുസ്തകം വോയിസ് ഫോർ ദ വോയിസ്ലെസ്. അതാണ് ശരിയായ ഉത്തരം. താങ്ക് യു.